ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവ നിന്ദകരുടെ പോലും വായടപ്പിച്ച ചില ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട്. നമുക്കറിയാം, ദൈവമില്ലെന്നും ദൈവത്തെ നിന്ദിച്ച് സംസാരിച്ച പ്രവർത്തിച്ച വ്യക്തികളുടെ പോലും വായടച്ച ചില സംഭവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്കും 1-2 പേര് അയച്ചു തന്നാണ്. വിളക്കണ്ണൂർ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. വിളക്കന്നൂർ സംഭവിച്ചത് ഞങ്ങളുടെ ഇടവകയിലെങ്ങാൻ സംഭവിച്ചെങ്കിൽ എൻ്റെ ഭർത്താവ് അതെടുക്കുന്നത് ഇപ്രകാരമായിരുന്നേനെ. അവർ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് പറഞ്ഞേനെ അത് അച്ഛൻ്റെ തട്ടിപ്പാണ്. ഇനി വേണമെങ്കിൽ ആ അമ്മമാരും അതിന് കൂട്ടു നിന്ന് കാണും, കപ്പിയാർ കൂട്ടു നിന്ന് കാണും. അങ്ങനെ ഒരു തിരിമറി കാണിച്ചാണ് ഇതുണ്ടായത്. എൻ്റെ ഭർത്താവ് അങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന്. ഇന്ന് ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കൃത്യം മനസ്സിലാക്കാതെ കണ്ട് കമൻറ്റ് പറയുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നതായിട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ വായി വരുന്നൊരു കാര്യം അതെല്ലാം തട്ടിപ്പാണ്, അത് അച്ഛന്മാരുടെ തട്ടിപ്പാണ്, അത് ഇന്ന വ്യക്തികൾ കൂട്ടുനിന്ന് ഒരു തിരിമറി കാണിച്ചതിൻ്റെ ഫലമായി ഇങ്ങനെ ഉണ്ടായ ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു പോയെന്ന് വരും. പ്രഭാഷകൻ 5:12 വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുത്. അപ്പോൾ അതുകൊണ്ട് അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഊഹിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നെങ്കിൽ അത് നമുക്ക് തന്നെ വിനയായി മാറും എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമുക്ക് ഏതാനും ചില ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധ കുർബാനയോട് ഒരു പ്രണയമുണ്ടാകാം. വിശുദ്ധ കുർബാനയെ പ്രണയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമായിട്ട് നമുക്ക് AD 700 ഉണ്ടായ ഒരു അത്ഭുതം, ലാൻസിയാനോ സംഭവം. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. സഭ പല പ്രാവശ്യം പഠിച്ച് അവസാനം സ്ഥിരീകരിച്ച ഒന്നാണ് ലാൻസിയാനോയിൽ സംഭവിച്ചത്. യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. ഒരു സന്യാസ വൈദികൻ, വിശ്വാസമൊന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു, പക്ഷേ കുർബാന അർപ്പിക്കും. കാരണം ജനങ്ങൾക്ക് വേണ്ടി. അച്ഛന് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വലിയ ഫലം ഉണ്ടാകുമെന്ന് അച്ഛൻ അറിയില്ലായിരുന്നു. പക്ഷേ ജനങ്ങൾ അവർ താല്പര്യപൂർവ്വം വരുന്നുണ്ട്, അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ കുർബാന അർപ്പിച്ചപ്പോഴാണ് അവിടെ അത്ഭുതകരമായി ആ ഒരു ഓസ്തിയും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറി. അച്ഛൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. വിളക്കണ്ണൂർ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടത്, അന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ആ വൈദികൻ മേശയെ പിടിച്ച് ശരീരം മുഴുവൻ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് ഇതുപോലെ ഈ സന്യാസ വൈദികൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ജനത്തെ വിളിച്ചു പറഞ്ഞു, മക്കളെ വാ, ദൈവം നമുക്കായി ചെയ്തത് വന്ന് കാണുക. അവരൊന്ന് നോക്കിയപ്പോൾ ഓസ്തിയല്ല, മാംസകഷ്ണമാണ് പീലാസയിൽ അവർക്ക് കാണാൻ പറ്റിയ. അതുപോലെ തന്നെ നല്ല ചുടിച്ചോര ആ കാസയ്ക്കകത്ത്. ആ ജനം മുഴുവൻ വാവിട്ട് കരയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് അവർ ദൈവത്തോട് കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ മാംസകഷ്ണവും ആ രക്തവും പിന്നീട് പല ടെസ്റ്റിന് വിധേയപ്പെടുത്തി അവസാനം അവർ സ്ഥിരീകരിച്ച ഒരു കാര്യമാണ്, ഇതൊരു യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. ആ മാംസം, ആ വീഞ്ഞ് അത് കേടാകാതെ സെഞ്ചുറീസ് ഇരുന്നത് അതിൽ പ്രിസർവേറ്റീവ് ചേർത്തത് കൊണ്ടൊന്നും അല്ല. ചേർത്തിരുന്നെങ്കിൽ അവരത് കണ്ടുപിടിച്ചേനെ. അത് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റി. ഇനി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പല വ്യക്തികൾക്കും സംശയം മാറി വിശ്വാസം ഉണ്ടായി. അതാണ് ലാൻസിയാനോ ആ സംഭവത്തിലൂടെ ഉണ്ടായത്. അന്ന് രക്തമായി മാറിയ ആ വീഞ്ഞ് അതേ പിന്നീട് ഏതാനും ഉരുളകളായിട്ട് മാറി. ഒരു അതിശയിപ്പിച്ച ഒരു കാര്യം, അതിൽ ചെറിയ ഉരുളയുണ്ടായിരുന്നു, വലിയ ഉരുളയുണ്ടായിരുന്നു. ഇതിലേതെടുത്ത് അവർ വെയിറ്റ് നോക്കിയിട്ട് അവസാനം എല്ലാം കൂടെ ഒന്നിച്ചു വെച്ച് വെയിറ്റ് നോക്കിയിട്ടും എല്ലാത്തിനും ഒരേ വെയിറ്റ്. അതാണ് അവരെ അതിശയിപ്പിച്ച ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ആ തിരുവോസ്തിയിൽ നിന്ന് ചെറിയ ഒരു കഷ്ണം നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് ചെറിയ ഉരുളയ്ക്കും വലിയ ഉരുളയ്ക്കും ഒരേ വെയിറ്റാണെന്ന് ദൈവം കാണിച്ചു കൊടുത്തത്. ഇവിടെ ഇത് രണ്ടാമത്തെ അത്ഭുതമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇതിനു മുമ്പ് ഒരത്ഭുതം നടന്നതാണ്. അതല്ലെങ്കിൽ ഇത് നടന്ന ആ സ്ഥലത്തിൻ്റെ പേര് മാറാനുള്ള കാരണം മറ്റൊരത്ഭുതമാണ്. യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തിയ വ്യക്തി നമുക്കറിയാം, ലോഞ്ചീനസ്. ഇനി അദ്ദേഹം യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തി അവിടുന്ന് രക്തവും വെള്ളവും ചീറ്റി. അല്പം അവൻ്റെ കണ്ണിൽ വീണപ്പോൾ കണ്ണ് മങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലയളവാണ്. അവൻ്റെ കാഴ്ച തെളിഞ്ഞു, സൗഖ്യമുണ്ടായി. അവൻ മാനസാന്തരപ്പെട്ട് കപ്പടോച്ചിയായി പോയി ശേഷിച്ച കാലം അവിടെ കർത്താവിന് സേവനമനുഷ്ഠിച്ചു എന്നാണ് പറയുക. അങ്സാനും എന്ന് വിളിക്കപ്പെട്ട സ്ഥലത്ത് നിന്നുള്ള വ്യക്തിയായിരുന്നു ലോഞ്ചീനസ്. അങ്സാനും മാറി ലാൻസിയാനോ ആയി മാറി അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൽ. അതുകൊണ്ട്
ദിവ്യകാരുണ്യ അത്ഭുതം അത് നമ്മൾ വിശ്വസിച്ച് അംഗീകരിച്ചാൽ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. AD 2013 ഉണ്ടായ അത്ഭുതമാണ് വിളക്കന്നൂർ നടന്ന ആ ഒരു അത്ഭുതം. അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് അച്ഛൻ്റെ സ്വരമൊക്കെ മാറുന്നു, ശരീരമൊക്കെ വിറയ്ക്കുന്നു, കപ്പ്യാരെ വിളിക്കുന്നു, അവർ വന്ന് നോക്കുന്നു. അവസാനം ആ ഓസ്തിയിലേക്ക് നോക്കിയിട്ട് ആ കപ്പ്യാർ പറഞ്ഞൊരു കാര്യം, അച്ഛാ ഇത് ഈശോയുടെ മുഖമാണ്. അങ്ങനെയാണ് ആ ഓസ്തി ഒടിക്കാതെ വേറെ ചെറിയ ഓസ്തി എടുത്ത് അവിടെ ദിവ്യകാരുണ്യം ജനങ്ങൾക്ക് കൊടുത്തത്. അതിനുശേഷം ജനങ്ങൾ വന്ന് കാണുകയുണ്ടായി. നമ്മൾ കാണുന്നു 12 വർഷങ്ങൾക്ക് ശേഷമാണ് റോമിൽ നിന്നും അത് അംഗീകരിച്ച് അതൊരു യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതമാണെന്ന് അവർ പ്രഖ്യാപിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ എത്രമാത്രം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. കാര്യങ്ങൾ അറിയാതെ ഈ വിളക്കന്നൂരാണേലും ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ കമൻറ്റ് പാസ്സാക്കിയ വ്യക്തികളുണ്ട്. എവിടെയെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിച്ചോ അവിടെയെല്ലാം ഉടനടി അതൊന്നും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. പലരും പല രീതിയിൽ കമൻറ്റ് പാസ്സാക്കി. പക്ഷേ ദൈവനിന്ദകരുടെ പോലും വായടയ്ക്കുന്ന രീതിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പലരും വിശുദ്ധരുടെ റെലിക്സ്, തിരുശേഷിപ്പ്, അത് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, വളരെ കാര്യമായിട്ട് അതൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധരുടെ തിരുശേഷിപ്പിനേക്കാൾ ഒരുപാട് വില കൽപ്പിക്കേണ്ട കാര്യങ്ങളാണ് യേശുവിൻ്റെ തിരുശേഷിപ്പ്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത് ദിവ്യകാരുണ്യമാണ്. ഈശോ ലോകാവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കാൻ സ്ഥാപിച്ച കൂദാശ, അതാണ് വിശുദ്ധ കുർബാന. അതിൻ്റെ ഭാഗമാണ് ദിവ്യകാരുണ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ച് നമ്മൾ പ്രണയിക്കേണ്ടത് ഈ ദിവ്യകാരുണ്യത്തെയാണ്. അത് വിശ്വാസപൂർവ്വം ചെയ്യുമ്പോൾ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. യേശുവിൻ്റെ തിരുശേഷിപ്പുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുവിനെ കുരിശിൽ തറച്ച ആ കുരിശ് രൂപം അത് കാണപ്പെടുകയുണ്ടായി. അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അതുപോലെ തന്നെ അവിടെ യേശുവിനെ തറയ്ക്കാൻ ഉപയോഗിച്ച ആണികൾ ഒരു തിരുശേഷിപ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെറോനിക്കായുടെ ആ ഒരു തൂവാല, അതിൽ യേശുവിൻ്റെ മുഖം പതിഞ്ഞത്. അതുപോലെ തന്നെ ടൂറിനിലെ തിരുക്കച്ച, ഇനി അതിനകത്തും ഈശോയുടെ ആ രൂപം തെളിഞ്ഞു വന്നത്. അതുണ്ടായപ്പോഴും ഒരു ബിഷപ്പ് ഉൾപ്പെടെ അതിനെ തെറ്റിദ്ധരിക്കുകയും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായതാണ്. പിന്നീടാണ് പഠനത്തിന് ശേഷം സഭ അത് നിരസിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയെ പ്രണയിക്കുന്നവരാകുവാൻ, വിശുദ്ധ കുർബാനയിലൂടെ ഇനിയും നമ്മുടെയൊക്കെ ജീവിതത്തിലും അത്ഭുതം നടക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവെ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.